ജാക്ക് പോയി കഴിഞ്ഞ ശേഷം ഞാൻ കാർ തുടയ്ക്കാനായി ചെന്നു. മനസ്സിലിപ്പോ അയാൾ പറഞ്ഞ വാർത്തകളായിരുന്നു. ആദ്യത്തെ കേസ് പോലെ ഇതിലും നാഷണൽ ഫിഡലിറ്റി ബാങ്കിനെ കബളിപ്പിക്കാമെന്ന് ഹെലൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കധികം സമയം വേണ്ടി വരില്ല. അതല്ല, ഡസ്റ്റർ എനിക്ക് തന്ന $2600 കൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം കിട്ടിയാൽ. കാറുമായി ബംഗ്ലാവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോഴും അത്തരം ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. ഡസ്റ്റർ താഴെ വന്നു. കാറിൽ കയറുന്നതിന് മുമ്പ് സിഗരറ്റ് കത്തിക്കാൻ ഒരു നിമിഷം നിന്നു. കുട്ടി, എന്റെ ഓഫീസിലേക്കുള്ള അവസാന യാത്രയാണെന്ന് അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാനില്ലായിരുന്നു. അദ്ദേഹം കാറിൽ കയറി. സ്റ്റുഡിയോയിലേക്കുള്ള തിരക്കേറിയ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കെ ജനങ്ങൾ ഡസ്റ്ററിനെ തന്നെ നോക്കുകയായിരുന്നു. നീലയും ക്രീമും ഇഴകലർന്ന ആ കാർ അവർക്ക് സുപരിചിതമായി. അയാളുടെ സ്റ്റുഡിയോയിലേക്കുള്ള യാത്ര ഇന്നത്തോടുകൂടി അവസാനിക്കുന്നുവെന്നും അവർക്കൊക്കെ അറിയാം. ഇത്തവണ സ്റ്റുഡിയോ ഗേറ്റിലെത്തിയപ്പോ അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരൻ ഡസ്റ്ററെ നോക്കി സല്യൂട്ട് ചെയ്യുന്നത് കണ്ടു. ഇന്ന് സ്റ്റുഡിയോയുടെ മുമ്പിൽ പോകാം. അതേപോലെ എന്നെ കൂട്ടാൻ വരുന്നത് രാത്രി മതി. വരുമ്പോ 1-2 സൂട്ട് കേസുകളും കൊണ്ടുവരണം. കുറെ വിസ്കി ഇവിടെ ഉള്ളത് കൊണ്ടുപോകണം. തന്റെ സ്വന്തം സ്ഥലമാണെന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാറിൽ നിന്നിറങ്ങി മുകളിലേക്കുള്ള ആ പോക്ക്. റോൾസ് ഗ്യാരേജിൽ കയറ്റാൻ ചെന്നപ്പോ കാറിലക്കാർ അവിടെ തന്നെ ഉള്ളതായി കണ്ടു. അതായത് ഹെലൻ അവിടെ എവിടെയോ ഉണ്ടെന്നർത്ഥം. ഇന്ന് അവളോട് ഞാൻ സംസാരിക്കാൻ തന്നെ തീർച്ചപ്പെടുത്തി. ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡ്രസ്സ് മാറി. ഡ്രൈവറുടെ വേഷമണിഞ്ഞ് അവളുമായി സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നു അപ്രകാരം ഡ്രസ്സ് മാറിയത്. ഞാൻ ബംഗ്ലാവിലേക്ക് ചെന്നു. അതിനകത്ത് ഹാളിലേക്ക് കടന്നിട്ട് അവൾ എവിടെയാണുള്ളതെന്ന് അറിയിക്കത്തക്ക ശബ്ദമൊന്നും കേട്ടില്ല. ഒരുപക്ഷെ കിടപ്പറയിൽ ഉണ്ടായിരിക്കുമോ എന്നറിയാൻ അങ്ങോട്ട് ചെന്നു. ആദ്യം പുറത്തു നിന്നുകൊണ്ട് കാതോർത്ത് നോക്കി. ശബ്ദമൊന്നുമില്ലെന്ന് കണ്ടപ്പോ മുറിയുടെ കതക് ശബ്ദമുണ്ടാക്കാതെ തുറന്നു. മെത്ത വിരിച്ചു വെച്ചിരുന്നു. ഒരു കസേരയിൽ അടിക്കുപ്പായവും അവളുടെ സിൽക്ക് സ്റ്റോക്കിങ്സും കണ്ടു. കുളിമുറിയുടെ കതക് തുറന്നു കിടന്നിരുന്നു. അതിനകത്തു നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ അകത്തേക്ക് കടന്നു. ഇതേ മുറിയിൽ വെച്ചായിരുന്നു മുമ്പ് ഹെർബർട്ട് അവളെ കാത്തിരിക്കെ ജനാലയിൽ കൂടി പുറത്തേക്ക് എടുത്തെറിയപ്പെട്ടത്. പക്ഷെ എന്നെയും അവൾക്ക് അപ്രകാരം നശിപ്പിക്കണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതിനൽപ്പം പ്രയാസം കാണും. 5-6 നിമിഷങ്ങൾക്ക് ശേഷം കുളിമുറിയുടെ ടാപ്പ് അടിക്കുന്ന ശബ്ദം കേട്ടു. അതിനുശേഷം ഒരു ടർക്കി ടവൽ കൊണ്ട് നഗ്നത മറച്ച് അവൾ പുറത്തേക്ക് വന്നു. ഞങ്ങൾ പരസ്പരം നോക്കി. എന്നെ കണ്ടപ്പോ അവൾ പെട്ടെന്ന് നിന്നു. ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും കണ്ടില്ല. മേക്കപ്പ് ഇല്ലാത്ത അവളുടെ മുഖത്തിന് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞുകൂടാ. ഹലോ, ഞാൻ അവളെ നോക്കി പറഞ്ഞു. താങ്കൾ ഇവിടെ എന്ത് ചെയ്യുന്നു? എനിക്ക് ഭവതിയോട് ചിലത് സംസാരിക്കാനുണ്ട്. ഗെറ്റ് ഔട്ട്. ഹെർബർട്ടിനെ ഈ മുറിയിൽ കണ്ടപ്പോൾ ഭവതി ഈ ചോദ്യം അയാളോട് ചോദിച്ചിരുന്നില്ലല്ലോ. മുഖത്തപ്പോൾ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ലെങ്കിലും ഞാൻ അപ്പറഞ്ഞത് ശരിക്ക് കൊണ്ടിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. അവൾ മുറിയിൽ കിടന്ന് ഡ്രസ്സിംഗ് ടേബിളിനടുത്തുള്ള കസേരയിൽ ചെന്നിരുന്നു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ഗെറ്റ് ഔട്ട്. പാതി പുറംതരിഞ്ഞിരുന്ന് ചീപ്പ് കൊണ്ട് അവൾ മുടി ചെയ്യുന്നതിനിടയിൽ എന്നോട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു തീരുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഭവതിയുടെ ഭർത്താവിനെ പറ്റിയും ഇന്നലെ രാത്രി നടന്നതിനെ പറ്റിയും ഭവതിയുടെ ഭാവി പരിപാടികളെ പറ്റിയും ഒക്കെ. ചീപ്പ് താഴെ വെച്ച് അവൾ പതുക്കെ എന്നെ തിരിഞ്ഞു നോക്കി. ആ മുഖം വിളറി വെളുത്തിരുന്നു. നീ എന്താണ് പറഞ്ഞത്? ഇന്നലെ രാത്രി കാണിച്ചത് വിഡ്ഢിത്തരമായിരുന്നു. അത് തടയാനെത്തി എന്നെ ഭവതി പുകഴ്ത്തിയിരിക്കണം. അത്തരം ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ എന്താ കുടിച്ചിരിക്കുകയാണോ? എന്താണ് പറയുന്നത്? പരമാർത്ഥമറിയാതെ ഞാൻ വന്ന് തടുത്തതാണെന്ന് ഭവതിക്ക് തോന്നുന്നുണ്ടോ? അല്പം പോലും പുറമെ അറിയാത്ത വിധത്തിലാണെങ്കിൽ അതിന് പ്രയാസമില്ലായിരുന്നു. നീ കുടിച്ചിരിക്കുകയാണ്, അതാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പുറത്തേക്ക് പോകൂ. $3/4 മില്യൺ ഡസ്റ്റർ ഇൻഷുർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ പണത്തിൽ കൈവയ്ക്കാൻ ഭവതി തത്രപ്പെടുകയാണെന്നും എനിക്കറിയാം. അതിനാലായിരുന്നു കഴിഞ്ഞ രാത്രി അദ്ദേഹത്തെ വധിക്കാൻ ഭവതി ശ്രമിച്ചത്. അത് അവളെ ഭ്രമിപ്പിക്കുക തന്നെ ചെയ്തു. ആ മുഖത്ത് പരിഭ്രാന്തി ഉടലെടുത്തു. അത് കള്ളമാണ്. ഒരു നെടുവീർപ്പെന്നോണം അവൾ പറഞ്ഞു. അല്ല, കഴിഞ്ഞ ദിവസം രാത്രി അദ്ദേഹത്തിന്റെ കഥ തീർക്കാൻ ഭവതി പദ്ധതി ഒരുക്കി. അപ്പോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ ഫുഡ് ഹിൽ ക്ലബിൽ വിട്ടുവന്നാൽ കാര്യം ഭംഗിയായി നടത്താമെന്ന് കരുതിയത് തെറ്റായിപ്പോയി. ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റാരും കാണരുതെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണമായിരുന്നു. ഇനിയും എന്നെ വിഡ്ഢിയാക്കാനുള്ള ശ്രമം വെറുതെയാണ്. കാറിൽ അദ്ദേഹത്തെ ഇരുത്തി റോഡിലേക്ക് വിടാമെന്നായിരുന്നല്ലേ
ഭവതി ഉദ്ദേശിച്ചിരുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്ന്. ആ സമയം അദ്ദേഹം മദ്യപാനം ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം അമിതമായി മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നും താൻ ചെയ്യുന്ന ജോലി മറ്റു വല്ലരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ചീപ്പെടുത്ത ശേഷം അവൾ അകലേക്ക് മുഖം തിരിച്ച് മുടി ചെയ്യിക്കൊണ്ടിരുന്നു. നിന്നെ കണ്ടപ്പോ തന്നെ നീ ഒരു തടസ്സമാണെന്ന് എനിക്കറിയാമായിരുന്നു. ശരി, ഇനി നിന്റെ ഭാവം എന്താണ്? പോലീസിൽ അറിയിക്കുകയോ? അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് ഉദ്ദേശമില്ല. ഞാൻ ഭൗതിയുടെ ഭാഗത്താണ്. ഓ, അവൾ ഒരു സിഗരറ്റ് കത്തിച്ചു. എങ്ങനെ? അതായത് ആ രീതിയിൽ അദ്ദേഹത്തെ അയച്ചാൽ കാർ അപകടമുണ്ടാകുമെന്നും ആ അപകടത്തിൽ അയാൾ മരിക്കുമെന്നും ഉറപ്പിക്കാൻ നമുക്കാവില്ല. ഒരുപക്ഷെ പരിക്കുകളോടെയോ അല്ലാതെയോ അദ്ദേഹത്തിന് രക്ഷപ്പെടാം. ചിലപ്പോ അപകടം സംഭവിച്ചില്ലെന്നിരിക്കട്ടെ, ഭവതിയാണ് അദ്ദേഹത്തെ ആ നിലയിൽ കാറിലിരുത്തി അയച്ചതെന്നും പോലീസിൽ പറഞ്ഞെന്നിരിക്കും. കേസ് എടുത്തില്ലെങ്കിലും ഇൻഷുറൻസ് കമ്പനിക്കാരെ അവരത് അറിയിക്കുകയും ചെയ്യും. പിന്നെ സംഭവിക്കുന്നതിനെ പറ്റി ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ സംസാരിച്ചു വരുന്നത് എന്തിനെ പറ്റിയാണെന്ന് ഇനിയും എനിക്ക് മനസ്സിലായില്ല. പുകയൂതിക്കൊണ്ടവൾ പറഞ്ഞു. ഇനിയും എന്നെ വിഡ്ഢിയാക്കാമെന്ന് കരുതരുത്. $350,000 ഡസ്റ്റർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അവകാശം മറ്റാർക്കും കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണാനന്തരം ആ തുകയിൽ കൈവയ്ക്കാനുള്ള അവകാശം ഭവതിക്ക് കിട്ടുന്നു. പക്ഷെ അദ്ദേഹം മരിക്കുന്നത് വരെ കാത്തിരിക്കാൻ ഭവതി തയ്യാറല്ല. അതാണ് ഇത്തരത്തിലൊരു കാര്യം നടത്താൻ ഭവതി തയ്യാറായത്. നോക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുനിയുമ്പോ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ചെറിയ പിഴ സംഭവിച്ചാൽ മതി, കാര്യം അപ്പാടെ തകർന്നു പോകും. നാഷണൽ ഫെഡിലിറ്റി കമ്പനിയെയാണ് ഇതിനായി അഭിമുഖീകരിക്കേണ്ടതെന്ന് ഓർമ്മിക്കുന്നത് നന്ന്. അതുപോലെ അദ്ദേഹത്തെ ഭവതി വധിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം. അതിനാൽ ഇൻഷുറൻസ് തുക നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവൾ പുരികങ്ങൾ ഉയർത്തി. എന്ന് അദ്ദേഹം പറഞ്ഞു? ഉവ്. അപ്പോ അതാണ് കാര്യം. ഇതൊക്കെ എന്നോട് പറയുന്നതിന് പകരം എന്തുകൊണ്ട് പോലീസിൽ ചെന്ന് പറഞ്ഞില്ല? വെറുതെ അതും ഇതും പുലമ്പാതെ. ഞാൻ ഭൗതിയുടെ ഭാഗത്താണെന്ന് നേരത്തെ പറഞ്ഞില്ലേ? എന്തിന്? ആ കണ്ണാടിയിലേക്ക് നോക്കൂ, മനസ്സിലാകും. ഭൗതിക്ക് കിട്ടുന്ന തുകയിൽ പാതി എനിക്ക് കിട്ടും. അവൾ എന്നെ നോക്കി. ആ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും കണ്ടില്ല. അങ്ങനെ നിനക്ക് കിട്ടണമെന്ന് തോന്നാൻ എന്താണ് കാരണം? ഭവതി അത്രയൊന്നും ബുദ്ധിശൂന്യല്ല. ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് പാതിയെങ്കിലും കിട്ടുന്നതെന്ന് മനസ്സിലാക്കുന്നത് നന്ന്. ഇല്ലെങ്കിൽ ഈ പദ്ധതി ഞാൻ പൊളിക്കും. ഇതിലൊന്നും തെളിയിക്കാൻ നിനക്ക് സാധ്യമല്ല. ശരിയാണ്, പക്ഷേ മറ്റുള്ളവരിൽ ഒരു സംശയത്തിന്റെ വിത്തുപാകാൻ ഞാൻ പറയുന്നത് ഉപകരിക്കും. ഭവതിയുടെ പൂർവ്വകാല ചരിത്രമെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. ഹെർബർട്ടിന് ജലാല വഴി താഴേക്കിട്ട് കൊന്ന കാര്യവും ഞാൻ അന്വേഷിച്ചറിഞ്ഞു. അയാൾ താഴേക്ക് സ്വയം വീണുപോയതായിരുന്നു, അല്ലാതെ ഞാനൊന്നും ചെയ്തില്ല. അവൾ വീണ്ടും പരിഭ്രാന്തിയായി കാണപ്പെട്ടു. നാഷണൽ ഫെഡിലിറ്റിയിൽ ചെന്നു കഴിഞ്ഞ ദിവസം രാത്രി ഗ്യാരേജിൽ കണ്ട കാഴ്ചയെ പറ്റി പറഞ്ഞാൽ, ഹെർബർട്ടിന്റെ കാര്യം ഓർമ്മയിൽപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും അദ്ദേഹത്തിന്റെ പണം നേടാൻ ഭവതിക്ക് സാധ്യമാവില്ലെന്ന് നിശ്ചയമാണ്. ഒരു കൊലപാതക കുറ്റം അവർ ഭവതിയിൽ ചുമത്തും. എനിക്ക് ഇത്തരം ഇൻഷുറൻസ് കമ്പനിക്കാരെ പറ്റി നന്നായി അറിയാം. അവൾ തുടർന്ന് എന്നെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്നെ ഭീഷണിപ്പെടുത്തി നീ സുരക്ഷിതനാണെന്ന് കരുതുകയാവും അല്ലെ? ഞാൻ അത് കേട്ട് ചിരിച്ചു. തികച്ചും ശരിയാണ്. ഇക്കാര്യം ഭവതി കൈകാര്യം ചെയ്ത രീതി തന്നെ തെറ്റാണ്. അതിനാൽ ഇനിയും അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുക ഭവതിക്ക് കിട്ടാൻ വേണ്ടത് അദ്ദേഹം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതേണ്ട. നിനക്ക് പറയാനുള്ളത് പറഞ്ഞു തീർന്നോ? ഉവ്. ഭവതിയുടെ ഇപ്പോഴത്തെ നില എന്താണെന്ന് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഡസ്റ്ററെ വധിച്ചു കളയാമെന്ന് കരുതി പോകരുത്. ഇനിയും ഒരവസരം വേണമെങ്കിൽ ഉണ്ടാക്കാം. അതായത് അദ്ദേഹത്തിന്റെ ഉത്തമ പത്നിയായി കഴിയുക. ഒരുപക്ഷെ എങ്കിൽ ഹൃദയത്തിൽ അലിവ് തോന്നി അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് തുകയ്ക്ക് ഭൗതിയെ അധികാരപ്പെടുത്തിയെന്ന് വരാം. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? അതൊരു പ്രകാരത്തിലും ഭൗതിയെ പരിക്കേൽപ്പിക്കുകയില്ല. തന്നെയുമല്ല, അദ്ദേഹം മദ്യപാനം തുടരുന്നതുകൊണ്ട് അധികകാലമൊന്നും ജീവിച്ചിരിക്കാൻ ഇടയുമില്ല. നിന്റെ ഉപദേശം വേണമെന്ന് തോന്നുമ്പോ ഞാൻ ആവശ്യപ്പെട്ടുകൊള്ളാം. നൗ ഗെറ്റ് ഔട്ട്. അവൾ എഴുന്നേറ്റ് എന്നെ നോക്കി പറഞ്ഞു. നാം ഇവിടെ തനിച്ചാണ്. ഈ സന്ദർഭം നമുക്ക് എന്തുകൊണ്ട് വിനിയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ കുറെ കൂടി മുമ്പോട്ട് അവളുടെ സമീപത്തേക്ക് ചെന്ന് കൈയെത്തുന്ന ദൂരത്തെത്തിയപ്പോൾ ഞാൻ എന്റെ കൈ അവളുടെ തോളിൽ വെച്ചു. പെട്ടെന്ന് അവൾ കൈ എന്റെ മുഖത്തേക്ക് ആഞ്ഞു വീശി. അത് പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ആ കൈക്ക് കടന്നു പിടിച്ച് അവളെ ചേർത്ത് നിർത്തി കൈകൾ രണ്ടും പിറകിലേക്ക് തിരിച്ചു പിടിച്ച് അവളുടെ ആദരങ്ങളിൽ ചുണ്ടമർത്തി.
കുറെ നേരത്തേക്ക് അവൾ ചെറുത്തു നോക്കി. എന്നാൽ പിന്നീട് അവൾ കൈകൾ എന്റെ പിൻകഴുത്തിൽ ചുറ്റിക്കൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചു. ഏതാണ്ട് 1 മണി കഴിഞ്ഞ് 20 നിമിഷമായപ്പോൾ ഞാൻ അവളുടെ കുളിമുറിയിൽ കയറി കുളിച്ചു. അപ്പോൾ നല്ല സുഖം തോന്നി. കുളിമുറിയിൽ നിന്ന് തന്നെ ഡ്രസ്സ് ചെയ്ത് ഞാൻ കിടപ്പറയിലേക്ക് മടങ്ങി. അവിടെ മെത്തയിൽ മുടി ചിതറിയിട്ട അവസ്ഥയിൽ മതം ശമിച്ചവളെ പോലെ അവൾ കിടക്കുകയായിരുന്നു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സൗന്ദര്യം അവൾക്കപ്പോൾ തോന്നിച്ചിരുന്നു. ഞാൻ അവളുടെ അരികിൽ ചെന്ന് നിന്നു. കണ്ണു തുറന്ന് എന്നെ നോക്കിയ ശേഷം അവൾ ചോദിച്ചു, അപ്പോൾ ആ തുക എനിക്ക് കിട്ടാൻ ഇടയില്ലേ? ഇതൊരൊറ്റ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ? അല്പം കോപാവശ്യത്തോടെ ഞാൻ ചോദിച്ചു. അതിലെന്താണ് അത്ഭുതം? $350,000. അത്രയും തുകയുണ്ടായ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് ഓർത്തു നോക്കൂ. ഏതായാലും ഇപ്പോൾ അവൾ എന്നെയും കണക്കിലെടുത്തിരിക്കുന്നു. അവൾക്ക് സമീപം ഞാൻ ഇരുന്നു. ഇല്ല, ആ തുക നിനക്ക് കിട്ടാതിരിക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നലെ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോവുകയുമുണ്ടായി. തീർച്ചയായും അക്കാര്യത്തെപ്പറ്റി അദ്ദേഹം അവരോട് സംസാരിച്ചിരിക്കും. അതുകൊണ്ട് ആ പണം മോഹിച്ചിരിക്കുന്നതിന് അർത്ഥമില്ല. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് എന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനിമേലിൽ രാവും പകലും ഇവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും. കടക്കാർ അദ്ദേഹത്തെ മൂടും. പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാനും പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എങ്ങോട്ട്? എന്റെ വശം അല്പം പണമുണ്ട്. അതുമായി മിയാമിലേക്ക് ചെല്ലണമെന്ന് ഉദ്ദേശിക്കുന്നു. അവിടെ ചെന്ന ധനികരായ ഏതെങ്കിലും വ്യക്തികളെ കിട്ടിയെന്ന് വരാം. ഇങ്ങനെ ധൃതി വെക്കുന്നതിൽ അർത്ഥമില്ല. അയാൾക്ക് അപകടം പിണയുന്നത് വരെ ഇവിടെ തന്നെ താമസിക്കുക. ഇല്ല, ഇനിയും ഞാൻ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആവശ്യമില്ലാതെ ഒരുപാട് സമയം പാഴാക്കി. ഇനി എനിക്ക് എന്റെ കാര്യം നോക്കി നടത്താൻ പ്രയാസമില്ല എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരാളെ കൊളുത്തിട്ട് പിടിക്കാൻ നീ സമർത്ഥയായിരിക്കും. പക്ഷെ അയാളോടൊപ്പം താമസിച്ച് കഴിഞ്ഞ ശേഷം നീ അയാളുമായി ഒത്തിണങ്ങി പോകുന്നില്ല. ഈ കാരണത്താലായിരുന്നു ഹെർബർട്ടിന്റെ കാര്യത്തിൽ $13,000 നഷ്ടപ്പെടാൻ ഇടയായത്. പറയൂ, ഹെർബർട്ടിനെ ജനാല വഴി തള്ളിയിടുക ആയിരുന്നില്ലേ നീ ചെയ്തത്? അവൾ എന്നെ തുറച്ചു നോക്കി. അല്ല, അയാൾ വീണത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് അയാളെ പിടിച്ച് രക്ഷിക്കാമായിരുന്നു. ഞാനത് ചെയ്തില്ല, അത്രമാത്രം. അവൾ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നി. ഇനിയും എടുത്തു ചോദിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്നും സത്യാവസ്ഥ തുറന്നു പറയാൻ അവൾ മടിക്കുകയാണെന്നും ഞാൻ മനസ്സിലാക്കി. ശരി, ഏതായാലും ധൃതി വെക്കരുത്. ഇന്നും ഇങ്ങും പോകണ്ട. അദ്ദേഹം വരട്ടെ. വന്നതിന് ശേഷം എന്താണ് പദ്ധതി ഇടുന്നതെന്ന് നോക്കാം. ഒരുപക്ഷെ അദ്ദേഹം എന്തെങ്കിലും നിനക്ക് വേണ്ടി മാറ്റിവെച്ചു കൂടാകയില്ല. അതിന് നീ ഒരു കാര്യം ചെയ്യണം. അദ്ദേഹത്തോട് അല്പം സ്നേഹമായി പെരുമാറൂ. അദ്ദേഹത്തിൽ സന്തോഷമുളവാക്കുമെന്ന് മാത്രമല്ല, നിന്നോടും സ്നേഹം കാണിച്ചു തുടങ്ങിയെന്ന് വരും. ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താണ് തെറ്റ്? അവൾ ഒരു നെടുവീർപ്പിട്ടു. വളരെ വൈകി. അദ്ദേഹം എന്നെ സ്പർശിക്കുന്ന ആ രംഗം എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. വേണ്ട, ഞാൻ പോകുന്നത് തന്നെയാണ് ഭേദം. അദ്ദേഹം വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കൂ. ഓൾറൈറ്റ്, അവൾ പറഞ്ഞു. എങ്കിൽ ഞാൻ നാളെ പോയിക്കൊള്ളാം. തനിച്ചോ? അതെ. അതെന്താ, ഞാൻ താങ്കളെയും ഒപ്പം കൂട്ടി ചെല്ലുമെന്ന് കരുതിയോ? അതിനേക്കാൾ മോശമായ കാര്യവും ചിലപ്പോ നീ ചെയ്തെന്നിരിക്കും. അതിരിക്കട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഇക്കാര്യം നിർവഹിക്കാം. $3,400,000 നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. എങ്കിലും ഒന്ന് ശ്രമിക്കുന്നത് നന്ന്. അവൾ ജനാല വഴി പുറത്തേക്ക് നോക്കി. ഞാൻ അതേപറ്റി ആലോചിക്കാം, അവൾ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. 4 മണിക്ക് ഞാൻ അദ്ദേഹത്തെ കൂട്ടാൻ സ്റ്റുഡിയോയിലേക്ക് പോവും. ഏതാണ്ട് 6 മണിക്ക് ഇവിടെ മടങ്ങിയെത്തും. യെസ്. അവൾ നോട്ടം മറ്റൊരു ദിശയിലേക്ക് തിരിച്ചു. അവൾ മനസ്സിൽ സങ്കല്പിക്കുന്നവ എന്തെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒന്ന് ചുംബിക്കാനായി ഞാൻ കുനിഞ്ഞപ്പോൾ അവൾ വിലക്കി. എനിക്കപ്പോ കോപം തോന്നിയെങ്കിലും ഞാൻ അത് പ്രകടിപ്പിക്കാതെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി കതകടച്ചു. കൃത്യം 4 മണിക്ക് ഞാൻ ഡസ്റ്ററുടെ മുറിയുടെ കതകിൽ തട്ടി. അദ്ദേഹം എന്തോ എഴുതുകയായിരുന്നു. എന്നെ കണ്ടപ്പോ ചെറുതായെന്ന് മന്ദഹസിച്ചു. എന്നെ ആദ്യമായിട്ടായിരുന്നു മദ്യപാനം ചെയ്യാത്ത വിധത്തിൽ അദ്ദേഹത്തെ കാണുന്നത്. കുട്ടി, ആ കുപ്പികളെല്ലാം പാക്ക് ചെയ്യൂ. ഞാൻ കൊണ്ടുവന്ന സൂട്ട് കേസുകളിൽ കുപ്പികൾ വെച്ച് അടച്ചു കഴിയുമ്പോഴേക്കും അദ്ദേഹം എഴുത്തെഴുതി കഴിഞ്ഞിരുന്നു. അതയാൾ ഒരു കവറിലിട്ട് പോക്കറ്റിൽ വെച്ച് എഴുന്നേറ്റു. വരൂ, ഇനി നമുക്ക് പുറപ്പെടാം. അദ്ദേഹം കതകിനടുത്തേക്ക് നടക്കുമ്പോൾ കതകിൽ ആരോ തട്ടുന്നത് കേട്ടു. അടുത്ത നിമിഷം കതക് തുറക്കപ്പെട്ടു. അവിടെ നീണ്ടു മെലിഞ്ഞ പ്രകൃതക്കാരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ പിടിച്ചിരുന്ന ടിഷ്യൂ പേപ്പർ കൊണ്ടുണ്ടാക്കിയ ചുവന്ന റോസാപ്പൂക്കളുടെ ഒരു കെട്ട് അവൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു.
താങ്കൾ പോകുന്നതിലുള്ള ദുഃഖം അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. താങ്കൾക്ക് എല്ലാ നന്മകളും നേരുന്നു. ഡസ്റ്റർ അവളെ തന്നെ തുറച്ചു നോക്കി. അതൊരു വല്ലാത്ത നോട്ടമായിരുന്നു. അദ്ദേഹം ആ റോസാപ്പൂ കെട്ട് കയ്യിലെടുത്ത് മാറിൽ ചേർത്ത് വെച്ചു. അതിനുശേഷം എന്തോ പറയാൻ ഭാവിച്ചെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. അദ്ദേഹവും പെൺകുട്ടിയും ഏറെ നേരം പരസ്പരം നോക്കി. പിന്നീട് അവൾ കൈ കണ്ണിനു നേരെ പിടിച്ച് കരഞ്ഞു തുടങ്ങി. അദ്ദേഹം അവളെ കടന്ന് കതകിനടുത്തെത്തി. അപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവം മറയ്ക്കാനാവാത്തതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. ഇടനാഴിയിൽ കൂടി നടന്നു. റിസപ്ഷൻ കൗണ്ടർ കടന്ന് ഗോണിപ്പടികൾ ഇറങ്ങി കാറിനടുത്തേക്ക് അദ്ദേഹം നടക്കുമ്പോൾ അങ്ങുമിങ്ങും ആളുകൾ അദ്ദേഹത്തെ തന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കാറിൽ കയറിയിരുന്ന അദ്ദേഹം റോസാപ്പൂക്കൾ തന്റെ ഇരിപ്പിടത്തിനരികിൽ തന്നെ വച്ചു. നമുക്ക് ബംഗ്ലാവിലേക്ക് മടങ്ങാം. ഞങ്ങൾ ബംഗ്ലാവിലെത്തി. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം എന്നെ നോക്കി മന്ദഹസിച്ചു. ആളുകൾ ചിലരെങ്കിലും എന്നെ ഓർമ്മിക്കുന്നുവെന്ന് കാണുന്നത് അത്ഭുതം തന്നെ. ആ പെൺകുട്ടി, അവൾ മുമ്പ് സ്റ്റുഡിയോയിൽ ജോലി ചെയ്തവളായിരുന്നു. ഞാൻ അവളുടെ പേര് തന്നെ ഓർമ്മിക്കുന്നില്ല. ആ റോസാപ്പൂക്കളിൽ അയാൾ ഏറെ നേരം നോക്കി നിന്നു. അതിനുശേഷം എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞു, ആ കുപ്പികൾ എന്റെ കിടപ്പറയിലേക്ക് എടുത്തുകൊണ്ടുവരൂ. അതിനുശേഷം നിനക്ക് പോകാം. 8 മണിക്ക് നീ എന്റെ മുറിയിലേക്ക് വരണം. നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാനുണ്ട്. ഒരുപക്ഷെ നിന്നെ ഞാൻ അന്വേഷിക്കുന്ന അവസാനത്തെ ജോലിയും അതായിരിക്കും. അതെന്തായിരിക്കുമെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ വരാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ ഭാവിക്ക് പെട്ടെന്ന് നിന്നു. കൈ അയാളുടെ പോക്കറ്റിൽ കടന്നു. അതിൽ അദ്ദേഹം വെച്ചിരുന്ന കവർ പുറത്തേക്കെടുത്തു. വഴിയിൽ കാർ നിർത്തി ഇത് പോസ്റ്റ് ചെയ്യണമെന്ന് കരുതിയതായിരുന്നു. ഞാൻ മറന്നു. എനിക്ക് വേണ്ടി ഈ എഴുത്തൊന്ന് പോസ്റ്റ് ചെയ്ത് വരാമോ? വളരെ പ്രധാനപ്പെട്ടതാണ്. കാർ എടുത്തോളൂ. ഞാനത് വാങ്ങി പോക്കറ്റിലിട്ട ശേഷം കുപ്പികൾ വെച്ച സൂട്ട് കേസുകളുമായി മുകളിലേക്ക് ചെന്നു. സൂട്ട് കേസിൽ 30 കുപ്പികൾ ഉണ്ടായിരുന്നു. അവ 3 നിരകളിലായി ഭംഗിയിൽ അടുക്കി വെച്ച ശേഷം ഡസ്റ്റർ ഏൽപ്പിച്ച എഴുത്തിനെ കുറിച്ച് പൂർണ്ണമായും മറന്ന നിലയിൽ ഞാൻ എന്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ എത്തി ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കെ അക്കാര്യം എനിക്ക് ഓർമ്മ വന്നു. മിസ്റ്റർ എഡ്വിൻ ബെർണറ്റ്, ഹോൾട്ട് ആൻഡ്രൂ ബെർണറ്റ്, അറ്റോർണീസ് അറ്റ് ലോ, 28-ാമത്തെ തെരുവ്, ലോസ് ഏഞ്ചൽസ്. ഏതാണ്ട് 1/4 മൈൽ അകലെയാണ് പോസ്റ്റ് ഓഫീസ് എന്നതിനാൽ അത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്നീടാകാമെന്ന് കരുതി. 8 മണിക്ക് 5 നിമിഷമുള്ളപ്പോൾ ഞാൻ ഡസ്റ്ററുടെ വായനാമുറിയുടെ കതകിൽ ചെന്ന് തട്ടി. വരൂ. അകത്തു നിന്ന് മറുപടി കിട്ടി. ഒരു മേശയ്ക്ക് സമീപം കസേരയിൽ അദ്ദേഹം ചാരി കിടക്കുകയായിരുന്നു. മേശപ്പുറത്ത് സ്കോച്ചിന്റെ ഒരു കുപ്പിയും ഗ്ലാസും ഉണ്ടായിരുന്നു. മുഖത്തെ വിയർപ്പിൽ നിന്നും അദ്ദേഹം നല്ലവണ്ണം മദ്യപിച്ചിരിക്കുകയാണെന്ന് ഞാൻ ഊഹിച്ചു. വരൂ, ആ കസേര എടുത്ത് എനിക്ക് സമീപം വന്നിരിക്കും, എന്നെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ അപ്രകാരം ചെയ്തു. സിഗരറ്റിന്റെ പാക്കറ്റ് അദ്ദേഹം എന്റെ മുമ്പിൽ വെച്ച് തന്ന് എടുത്തോളാൻ മുഖം കൊണ്ട് ആംഗ്യം കാട്ടി. കുടിക്കാൻ അല്പം തരട്ടെ? വേണ്ട, നന്ദി. ഞാനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. ആ എഴുത്ത് പോസ്റ്റ് ചെയ്തോ? ഉവ്വ് സർ. നന്ദി. ഗ്ലാസ് എടുത്ത് അതിലെ മദ്യം വലിച്ചു കുടിച്ച ശേഷം അദ്ദേഹം അത് നിറച്ചു. കുട്ടി, നിന്നെ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത് ഞാൻ എന്റെ ഭാര്യയുമായി ഇപ്പൊ സംസാരിക്കുന്നത് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഭാവിയിൽ ഏതെങ്കിലും കോടതിയിലേക്ക് വിളിക്കപ്പെട്ട ഇപ്പോ നടന്ന സംഭാഷണം നീ അവിടെ വിവരിക്കണം. അതുകൊണ്ട് ശ്രദ്ധയോടെ എല്ലാം കേൾക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ആ വാർത്ത എന്നെ വല്ലാതെ നടുക്കി. ഞാൻ അദ്ദേഹത്തെ തന്നെ തുറച്ചു നോക്കി. ഒന്നും പറയാതെ നിശബ്ദനായിരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് ചെന്ന് മറ്റൊരു മുറിയുടെ കതക് തുറന്നു. ഹെലൻ, ഇങ്ങോട്ടത് വരൂ. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്ന് കസേരയിലിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഹെലൻ മുറിയിലേക്ക് വന്നു. വന്നപാടെ അവൾ ഡസ്റ്ററിന്റെയും എന്റെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. എന്താണ് കാര്യം? അവൾ ചോദിച്ചു. ഇവിടെ വന്നിരിക്കൂ, എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. അയാൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ വിടൂ, നീ ഇവിടെ വന്നിരിക്കൂ. നാം സംസാരിക്കുന്നത് എന്തെന്ന് മൂന്നാമതൊരാൾ കൂടി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതാണ് അയാളെ ഇവിടെ ഇരുത്താൻ കാരണം. മേശയ്ക്ക് സമീപമുള്ള ഒരു കസേരയിൽ അവൾ ചെന്നിരുന്നു. ഡസ്റ്റർ സിഗരറ്റ് പാക്കറ്റ് അവളുടെ സമീപത്തേക്ക് നീക്കി വെച്ചു. ആവശ്യമെങ്കിൽ ഒന്നെടുത്ത് വലിക്കാം, അദ്ദേഹം പറഞ്ഞു. എനിക്ക് വേണ്ട. എന്താണ് കാര്യം? അദ്ദേഹം സിഗരറ്റ് എടുത്ത് അധരങ്ങൾക്കിടയിൽ തിരികിയ ശേഷം അവളെ നോക്കി. എന്നാൽ അവൾ ഒരു തവണ മാത്രം അയാളെ നോക്കിയ ശേഷം നോട്ടം അകലേക്ക് തിരിച്ചു. അദ്ദേഹം എന്റെ നേരെ തിരിഞ്ഞു. കുട്ടിയെ ഞാൻ കുഴക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. തുടക്കത്തിൽ ഞാൻ പറയുന്നത് എന്തെന്ന് നീ ശ്രദ്ധിച്ചു കേൾക്കണം. എങ്കിൽ മാത്രമേ കാര്യം എന്തെന്ന് വ്യക്തമാവൂ.
ഞാൻ ഇവളെ വിവാഹം കഴിച്ചത് 1 വർഷം മുമ്പാണ്. ആദ്യം കണ്ടപ്പോ ലോകത്തിലേക്കും വെച്ച സുന്ദരിയാണ് ഇവൾ എന്നെനിക്ക് തോന്നിയിരുന്നു. ഇവൾ എനിക്കൊരു തരം ലഹരിയായിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലോ എന്ന നേരിയ ഭയം എനിക്കുണ്ടായിരുന്നു. അതിനാൽ $250,000 ഞാൻ എന്റെ ജീവിതം ഇൻഷുർ ചെയ്തു. അത് അത്രയും അവൾക്ക് അധികാരപ്പെടുത്തിയിരുന്നു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് അവൾക്ക് കിട്ടാതെ പോകരുതല്ലോ എന്നതിനാൽ അക്കാര്യം ഞാൻ അവളെ അറിയിച്ചു. അതോടെ ഞാൻ മരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന മോഹം അവളിൽ അങ്കുരിച്ചു. അവൾക്കും ഇൻഷുർ ചെയ്ത തുകയ്ക്കുമിടയിൽ ഞാൻ ഒരു തടസ്സമായി തീർന്നു. ഒരിക്കൽ കുടിക്കാൻ തുടങ്ങിയ ഞാൻ ചെലവഴിക്കുന്ന പണത്തിന് കൈയും കണക്കുമില്ല. ഇന്ന് ഞാൻ ഒരു നിർധനനാണ്. ഞാൻ സ്വയം നശിച്ചു കഴിഞ്ഞു. ഇതിലെല്ലാം ആ മനുഷ്യൻ തൽപരനാണെന്ന് അങ്ങേക്ക് തോന്നിയോ? കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അവൾ പറഞ്ഞു. അതെ, കാര്യത്തിലേക്ക് കടക്കാം. പക്ഷേ നീ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ നോക്കി. സാരമില്ല, ഞാൻ പറയാം. അവക്ക് ഞാൻ ഇൻഷുർ ചെയ്ത തുക വേണം. അതിനവൾക്ക് എന്നെ നശിപ്പിക്കണം. ഞാൻ അക്കാര്യം വിശദീകരിച്ച് പറയുന്നില്ല. 3 തവണ അവൾ എന്നെ വധിക്കാൻ ശ്രമിച്ചു. ഒന്ന്, കഴിഞ്ഞ ബുധനാഴ്ച രാത്രി നടന്ന സംഭവം നീ തന്നെ കണ്ടല്ലോ. ഞാൻ മദ്യപിച്ച അബോധാവസ്ഥയിലാണെന്നും അതുകൊണ്ട് കാറിൽ കയറ്റി മെയിൻ റോഡിലേക്ക് തിരിച്ചു വിടാമെന്നും വാഹനാപകടം സംഭവിക്കുകയും ഞാൻ അതുമൂലം മരണമടയുകയും ചെയ്യുമെന്നും അവൾ വിശ്വസിച്ചു. ഒരു സമർത്ഥയായ കൊലപാതകയാണ് അവൾ എന്ന് പറഞ്ഞുകൂടാ. അത് കാരണം അവളുടെ ശ്രമം ഫലപ്രദമായില്ല. അങ്ങ് മദ്യപിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവൾ പറഞ്ഞു. ഞാൻ മദ്യപിച്ചിരിക്കാം, പക്ഷെ ഞാൻ ബോധവാനാണ്, അദ്ദേഹം തുടർന്നു. എങ്കിലും നാം അതേപ്പറ്റി തർക്കിക്കാൻ പോകുന്നില്ല. ബുധനാഴ്ച രാത്രി നടന്നത് എന്താണെന്ന് ഗ്ലിൻ കണ്ടിട്ടുണ്ട്. അതേപ്പറ്റി സ്വയം തീർപ്പ് കണ്ടെത്താൻ മാത്രം അവൻ സമർത്ഥനാണ്. അദ്ദേഹം എന്നിൽ നിന്നും നോട്ടം ഹെലന്റെ നേരെ തിരിച്ചു. എന്നെ അകറ്റാനുള്ള നിന്റെ തന്ത്രങ്ങൾ ബുദ്ധിശൂന്യതയ്ക്കുള്ള മികച്ച ഉദാഹരണങ്ങളാണ്. എന്നെ വധിക്കാൻ എളുപ്പവും സുരക്ഷിതവുമായ മാർഗം, ഞാൻ ഉറങ്ങുമ്പോ എന്റെ ശിരസിൽ വെടിവെച്ച് തോക്ക് എന്റെ സമീപം തന്നെ വെച്ച് ഒന്നും അറിയാത്ത ഭാവം പ്രകടിപ്പിക്കുകയായിരുന്നില്ലേ? ഞാൻ അങ്ങനെ ചെയ്യാനിടയുണ്ടെന്ന് ഇവിടുത്തെ പാതി സിനിമാ പ്രവർത്തകർക്കും അറിയാമെന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ കാരണമുണ്ട്. ഞാനൊരു മദ്യപാനിയാണ്. എന്റെ വിവാഹ ജീവിതം സന്തോഷപ്രദമല്ല. ധാരാളം കടമുണ്ട്. പക്ഷെ അവ വീട്ടാൻ പണമില്ല. ഞാൻ സ്വയം വെടിവെച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ആരും അതിൽ അത്ഭുതപ്പെടുകയില്ല. നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല? അവൾ അദ്ദേഹത്തെ തന്നെ തുറച്ചു നോക്കി. എനിക്ക് പണം വേണം, അവൾ പറഞ്ഞു. അങ്ങ് സ്വയം ആത്മഹത്യ ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി പണം തരില്ല. എന്റെ പ്രിയപ്പെട്ട കുട്ടി, നീ എന്തൊരു മണ്ടി പെണ്ണാണ്. എന്റെ പോളിസി വായിക്കാൻ ഞാൻ നിനക്ക് തന്നിരുന്നില്ലേ? പോളിസി എടുത്ത ശേഷം 1 വർഷം കഴിഞ്ഞ് ഇൻഷുർ ചെയ്ത വ്യക്തി സ്വന്തം കൈകൊണ്ട് മരണമടഞ്ഞാൽ ആ തുക അദ്ദേഹം അധികാരപ്പെടുത്തിയ വ്യക്തിക്ക് കൊടുക്കപ്പെടും എന്നതിൽ എഴുതിയിരുന്നത് നീ വായിച്ചിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ നേരെയുള്ള അവളുടെ വെറുപ്പ് കലർന്ന നോട്ടം കണ്ടപ്പോൾ ഞാൻ അസ്വസ്ഥനായി. പക്ഷേ ഇനി നീ അതുമായി കടന്നു കളയാമെന്ന് കരുതരുത്. അദ്ദേഹം കസേരയിലേക്ക് ചാരിയിരുന്നു. ഞാൻ സ്വയം മരിച്ചാലും എന്റെ ഇൻഷുറൻസ് തുക ഇനി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഇന്നലെ സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്ന് നാഷണൽ ഫിഡലിറ്റി കമ്പനിയിലെ മാഡോക്സ് എന്ന വ്യക്തിയെ ഞാൻ കണ്ടു. അയാൾ അവിടുത്തെ അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇൻഷുറൻസ് അവകാശത്തിനുള്ള ഏതൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാലും ആ അവകാശം യഥാർത്ഥമാണോ അതോ കപടമാണോ എന്ന് മണത്തറിയാൻ അയാൾക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. കഴിഞ്ഞ 15 വർഷങ്ങളായി അയാൾ അവിടെ ജോലി നോക്കുന്നു. ഈ കാലയളവിനുള്ളിൽ അനേകം പേരെ അയാൾ ജയിലിലേക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹം നിർത്തി. ഗ്ലാസിൽ ബാക്കിയുള്ളത് കൂടി കുടിച്ച ശേഷം വീണ്ടും അത് നിറച്ചു. എന്റെ പോളിസി റദ്ദാക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ആ മനുഷ്യനെ ഞാൻ കാണാൻ പോയത്. പക്ഷെ വഴിയിൽ വെച്ച് എനിക്കൊരാശയം തോന്നി. എന്റെ ജീവിതം നീ നശിപ്പിച്ചു. നീ എന്നെ വധിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് നിനക്ക് എന്തെങ്കിലും ശിക്ഷ തരേണ്ടത് ഒരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അവൾ അത് കേട്ട് ഞെട്ടി. ആ ശിക്ഷ ഞാൻ നിനക്ക് തരുന്നതിന് പകരം നീ സ്വയം അത് ഏറ്റെടുക്കുന്നതാണ് ഭംഗി. അത്തരത്തിലുള്ള ഒരു ശിക്ഷ നിനക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ ബുദ്ധിയില്ലായ്മയൊന്നും കേൾക്കണ്ട. പാടില്ല, നീ കേൾക്കണം. എന്റെ പണത്തിൽ കൈവയ്ക്കാൻ നിനക്കുള്ള അവസരം ഇനിയും പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന് കരുതേണ്ട. ഇപ്പോഴും ചെറിയൊരു അവസരം അതിനുണ്ട്. ഞാൻ കാതുകൂർപ്പിച്ചിരുന്നു. മാഡോക്സിനോട് ഞാൻ നടത്തിയ സംഭാഷണത്തെ പറ്റി പറയാം, ലെസ്റ്റർ തുടർന്നു. നിനക്ക് ശിക്ഷ തരണമെന്ന ആശയം ഉണ്ടായപ്പോ സത്യാവസ്ഥ അയാളോട് ഞാൻ പറഞ്ഞിരുന്നില്ല.
ആത്മഹത്യയെപ്പറ്റി പോളിസിയിൽ ചേർത്തിരുന്നതിനാൽ അല്പം മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. അല്ലാതിരുന്നാൽ നിനക്ക് പണം കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനൊരു മദ്യപാനിയാണെന്നും ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നും ഇടയ്ക്കിടെ തോന്നാറുണ്ടെന്നും ഞാൻ അയാളെ അറിയിച്ചു. എന്നാൽ ഞാൻ ബോധവാനായിരിക്കുമ്പോൾ ആത്മഹത്യ ചെയ്തതെന്ന് തീരുമാനിക്കുകയും ചെയ്യും. ഇൻഷുർ ചെയ്ത വ്യക്തി പോളിസി എടുത്ത് 1 വർഷം കഴിഞ്ഞ് ആത്മഹത്യ ചെയ്താൽ ആ തുക അയാൾ അധികാരപ്പെടുത്തി അടുത്ത വ്യക്തിക്ക് കൊടുക്കണമെന്നും ആ പോയിന്റും റദ്ദാക്കാൻ ഞാൻ മാഡോക്സിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടാണോ എന്തോ അദ്ദേഹം അത് പെട്ടെന്ന് തന്നെ റദ്ദാക്കുകയും ചെയ്തു. അദ്ദേഹം വീണ്ടും ഗ്ലാസ് കയ്യിലെടുത്തു. ഇത്തവണ അദ്ദേഹത്തിന്റെ കൈക്ക് നടുക്കമുണ്ടാകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതായത്, ഇനി ഞാൻ ആത്മഹത്യ ചെയ്താലോ, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കത്തക്ക വിധത്തിൽ മരണമടഞ്ഞാലോ ഞാൻ ഇൻഷുർ ചെയ്ത തുക നിനക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. അവൾ ഒന്നും പറഞ്ഞില്ല. അവളുടെ നോട്ടം അടുത്തുള്ള ചുമരിൽ പതിഞ്ഞിരിക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹം പറയുന്നത് മുഴുവൻ അവൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ചില വാരങ്ങൾക്ക് മുമ്പ് എന്റെ കോൺട്രാക്ട് തീർന്നാൽ ഉടൻ സ്വയം വെടിവെച്ച് മരിക്കണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അവൾ പെട്ടെന്ന് അയാളെ നോക്കി. എന്റെ കോൺട്രാക്ട് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭാവിയൊന്നൊന്നില്ല. കുറെ കടം മാത്രമാണ് എനിക്ക് അവശേഷിക്കുന്നത് എന്നെല്ലാം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കും. അത് തീർച്ചപ്പെടുത്തി. ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും അത് വകവെക്കാനും പോകുന്നില്ല, ഹെലൻ പറഞ്ഞു. അതെനിക്കറിയാം, അദ്ദേഹം തിരിച്ചടിച്ചു. അതല്ല കാര്യം. അടുത്ത് തന്നെ ഇതേ മുറിയിൽ വെച്ച് ഞാൻ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യും. ആ വെടി നീയും ഗ്ലിന്നുമല്ലാതെ മറ്റാരും കേൾക്കാനിടയില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇതൊരു കൊലപാതകമാണെന്ന് ലോകം അറിയാൻ പിന്നെ അധികം സമയമെടുക്കില്ല. അതൊരു അപകട മരണമായി കണക്കിലെടുക്കാൻ അഥവാ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. അധികം ആർക്കും തലയിൽ വെടിയേറ്റ നിലയിൽ അപകട മരണം സംഭവിച്ചതായി അറിവില്ല. ഒരു ചിത്തരോഗിയെ പോലെ അവൾ അദ്ദേഹത്തെ നോക്കി. ഞാൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് റിപ്പോർട്ട് എഴുതിയാൽ ഇൻഷുറൻസ് കമ്പനി പണം തരാൻ തയ്യാറാവില്ല. ഞാൻ വധിക്കപ്പെട്ടതായിരുന്നുവെന്ന് പോലീസ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കെണി എന്താണെന്ന് ഇപ്പോ വ്യക്തമായല്ലോ. നീ സ്വയം ശിക്ഷ ഏറ്റെടുക്കുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ ഈ ആത്മഹത്യ ഒരു കൊലപാതകമായിരുന്നു എന്ന് തെളിയിക്കാൻ 100 കൂട്ടം നുണ നിനക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കിട്ടുന്നത് $3/4 മില്യൺ. നിന്റെ ആ ശ്രമത്തിൽ അടിപതറുകയോ തെറ്റുകൾ സംഭവിക്കുകയോ ചെയ്യാതിരുന്നാൽ ആ പണം നിനക്ക് കിട്ടിയെന്ന് വരാം. എന്റെ കയ്യിൽ തണുത്ത സ്പർശനമേറ്റപ്പോൾ പെട്ടെന്ന് ഞാൻ കുനിഞ്ഞു നോക്കി. മുഖത്തെ വിയർപ്പ് തുള്ളിയായിരുന്നു അത്. ഞാൻ ഹെലനെ നോക്കി. ഒരു പ്രതിമ പോലെ അവൾ ചലനം മറ്റിരിക്കുകയായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവ് നിന്റെ ചലനങ്ങളെ ശ്രദ്ധിച്ചെന്ന് വരാം. അവളെ നോക്കിക്കൊണ്ട് അദ്ദേഹം മറ്റൊരു സിഗരറ്റിന് തീ കൊളുത്തി. എന്റെ മരണം ഒരു കൊലപാതകമാക്കി കാണിക്കാൻ നീ ശ്രമിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. എന്നാൽ മാഡോക്സിനെ പോലെയുള്ള ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കാൻ മാത്രം നീ സമർത്ഥയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്റെ മരണം കൊലപാതകമാണെന്ന് സമർത്ഥിക്കാൻ നീ ശ്രമിച്ചാലും ആ കൊലപാതക കുറ്റം വളരെ എളുപ്പം വന്നു വീഴുന്നത് നിന്റെ തലയിൽ തന്നെ ആയിരിക്കുമെന്നും അറിഞ്ഞിരിക്കുന്നത് നന്ന്. കാരണം ഇതിനു മുമ്പ് അതിന് നീ 3 തവണ ശ്രമിച്ചിട്ടുണ്ട്, ഇല്ലേ? ഈ കാര്യങ്ങളിൽ കൂടുതൽ കുഴപ്പമുണ്ടാക്കാനായിരുന്നു ഇത് വെളിപ്പെടുത്തുമ്പോൾ ഗ്ലിൻ കൂടി അടുത്തുണ്ടായിരിക്കണമെന്ന് ഞാൻ തീർച്ചപ്പെടുത്തിയത്. അയാളുടെ വായടയ്ക്കാൻ ഒരുപക്ഷെ നിനക്ക് കഴിഞ്ഞെന്ന് വരാം. കാരണം പുരുഷന്മാരെ വശീകരിക്കാനുള്ള നിന്റെ കഴിവ് അസാമാന്യമാണ്. $3/4 മില്യൺ ഒരു ഭാഗം അയാൾക്കും കൊടുത്താൽ മതിയാവും. ഹെലൻ ചാടി എഴുന്നേറ്റു. ഇനിയും ഞാനൊന്നും കേൾക്കാൻ തയ്യാറല്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ട ധൈര്യം നിങ്ങൾക്കില്ല. നിങ്ങളുടെ പണം നിങ്ങൾ തന്നെ എടുത്തോളൂ. ആ നശിച്ച ധനം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒരു കൊടുങ്കാറ്റ് പോലെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഗോവണിപ്പടികൾ വഴി അവൾ ചെല്ലുന്നത് വ്യക്തമായി കേട്ടു. ഞാൻ എഴുന്നേറ്റു. ഞാൻ ആകെ നടുങ്ങി വിറകൊള്ളുകയായിരുന്നു. ദേഹമാസകലം വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. ഇനി എനിക്ക് ഒന്നും കേൾക്കണമെന്നില്ല. ഞാനും പുറത്തേക്ക് നടന്നു. പാതി വഴിക്ക് എത്തിയപ്പോൾ മുകളിലെ മുറിയിൽ നിന്ന് ഒരു വെടിവെച്ച് കേട്ടു. ആ ശബ്ദം ജനാലകളെ പ്രകമ്പനം കൊള്ളിച്ചു. ഒരു ചുമരിൽ ചെന്ന് തട്ടിയാൽ എന്ന പോലെ ഞാൻ പെട്ടെന്ന് നിന്നു. ഞാൻ പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു. അവിടെ കതകിനടുത്ത് തീ പാറുന്ന കണ്ണുകളുമായി ഹെലൻ നിൽക്കുകയായിരുന്നു. ഞാൻ അവളെ നോക്കി. പോയി നോക്കൂ, അവൾ ഗർജിച്ചു.
ഞാൻ ഡസ്റ്ററിന്റെ മുറിയിലേക്ക് ചെന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.